ഏവർക്കും ആമസോൺ സെല്ലർ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച പോലെ ഒരു നല്ല ആമസോൺ സെല്ലർ ആവാൻ വേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ അറിയാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ആമസോൺ സെല്ലർ ആവാൻ എത്ര ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആമസോൺ രജിസ്ട്രേഷന് നമ്മൾ സെല്ലർ ആവണമെങ്കിൽ നമുക്കൊരു രജിസ്ട്രേഷൻ വേണം. അപ്പൊ ആ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പാൻ കാർഡ്, GST സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് പാൻ കാർഡാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോ പാർട്ട്ണർഷിപ്പ് ആയിട്ടാണോ? അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പാൻ കാർഡ് മതിയാകും. അല്ല, ഞാൻ പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പനി ഒരു നെയിം കണ്ടെത്തണം. ആ പേരിലായിരിക്കണം നമ്മൾ പാൻ കാർഡ് എടുക്കേണ്ടത്. ഇനി നമുക്ക് പുതിയ പാൻ കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. അതിന് അറിവില്ല എങ്കിൽ, എനിക്ക് കഴിവില്ല എങ്കിൽ അടുത്ത അക്ഷയയിൽ പോയ ചെറിയൊരു ഫീസ് കൊടുത്താൽ നമുക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടത് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഫോട്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പാൻ കാർഡ് എടുക്കാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് GST സർട്ടിഫിക്കറ്റ്. അപ്പൊ GST സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോണതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഈ ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, എത്രത്തോളം ബിസിനസ്സിലേക്ക് നമ്മൾ ഫണ്ട് ഇറക്കുന്നുവോ അത്രത്തോളം നമുക്ക് ടെൻഷനും ഇല്ല. അപ്പൊ അതിനൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആമസോൺ തന്നു, പക്ഷെ നമുക്കൊരു ബിസിനസ് പ്ലേസ് വേണം. ആ പ്ലേസിന് നമ്മൾ ഒരു റൂം റെന്റിന് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു അഡ്വാൻസ് കൊടുക്കണം. എല്ലാ മാസവും റെന്റ് കൊടുക്കണം. നമുക്ക് നമ്മുടെ ബിസിനസ് ഒരു ട്രാക്കിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുള്ളൂ. അതിനു മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് കൊടുക്കേണ്ടി വരും. കൊടുക്കാനുള്ളവർക്ക്, അതായത് എൻ്റെ കയ്യിൽ കുറെ പണമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക്, സാധാരണക്കാർക്ക് നമ്മുടെ വീട് തന്നെ ഒരു ബിസിനസ് പ്ലേസ് ആക്കാം. അപ്പൊ നമ്മുടെ റൂം നമ്പർ, അതായത് വീടിന്റെ റൂം നമ്പർ, നമ്മുടെ വീടിന്റെ റൂം നമ്പർ വെച്ചിട്ട് തന്നെ, അതായത് വീട്ടു നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാവും, എൻ്റെ പേരിലല്ല വീട്, അപ്പൊ എനിക്ക് എങ്ങനെയാണ് ഇതൊരു ബിസിനസ് പ്ലേസ് ആക്കാൻ പറ്റും എൻ്റെ വീട് എന്നുള്ളത്? അച്ഛൻ്റെ അമ്മയുടെ പേരിലാണെങ്കിൽ എനിക്ക് എൻ്റെ വീട് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. അതായത് എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്നുള്ള ഒരു NOC സർട്ടിഫിക്കറ്റ് നമുക്ക് തരാം. 2, ഈ വീട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാടകയ്ക്ക് ഇന്ന ദിവസം മുതൽ ഇത്ര ഇതുവരയ്ക്ക് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെന്റൽ അഗ്രിമെന്റും തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ബിസിനസ്സിന് ഫസ്റ്റ് ഇറക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് നമുക്ക് വേണ്ടി വരുന്നില്ല. നമ്മുടെ വീട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കണം. അത് നമുക്ക് ഇതായി. ഇനി നമ്മൾ GST സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ റൂം നമ്പറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചാൽ മതി. വീടിന്റെ നമ്പർ കാണിക്കുക. അപ്പൊ നമുക്ക് GST സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരുന്നത്? ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, 2 ഫോട്ടോ, NOC, റെന്റൽ അഗ്രിമെന്റ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് GST സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ GST സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ എല്ലാവരുടെയും പഞ്ചായത്തില്, അതായത് പഞ്ചായത്തിലെ വ്യാപാര വ്യവസായ വകുപ്പില് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. പലർക്കും ഈ കാര്യം അറിയില്ല. അവിടെ പോയി നമ്മൾ ആ സാറിനെ കണ്ടു കഴിഞ്ഞാൽ ആ സാറ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു തരും. ചിലപ്പോൾ ഒരു ചെറിയ ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് PMEGB അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ലോണുകളൊക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ടാവും. സബ്സിഡിയുള്ള ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സഹായമാകും. അപ്പൊ നമ്മൾ ഫസ്റ്റ് അത് ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ടാമത് GST സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി ചിലർക്ക് സംശയം ഉണ്ടാവും. പലരും ഞാൻ കമന്റിൽ കൂടെ ചോദിച്ചതാണ്, ഞാൻ GST സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ GST റിട്ടേൺ ഫയൽ ചെയ്യണമോ? എല്ലാ മാസവും നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷെ GST സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമില്ല. നമ്മൾ ബിസിനസ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതായത് പർച്ചേസും സെയിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണ്ടൂ. അല്ലാത്ത പക്ഷം നമ്മൾ നില്ല് ഫയൽ ചെയ്താൽ മതിയാവും. അത് നമുക്ക് ഓഡിറ്റർ പറഞ്ഞു തരും. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിറ്റർ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നില്ല് ഫയൽ ചെയ്യണേനും ചില ഓഡിറ്റർമാർ ഫീസ് വാങ്ങിക്കില്ല. ചിലർ 200, 250 ഫീസ് അവർ വാങ്ങിക്കും. അപ്പൊ നില്ല് ഇപ്പൊ നമ്മൾ പർച്ചേസ് മാത്രമേ നടന്നിട്ടുള്ളൂ, ഞാൻ സെയിൽ ചെയ്തിട്ടില്ല, ഞാൻ ഐറ്റം ഇപ്പോ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ
എനിക്ക് സെയിൽ നടന്നിട്ടില്ലെങ്കിൽ പർച്ചേസ് മാത്രം നമ്മൾ അതിൽ ഫയൽ ചെയ്യും. അത് നമ്മൾ ഓഡിറ്റർക്ക് ആ പർച്ചേസ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആളത് ഫയൽ ചെയ്യും. സെയിൽ നടന്ന് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ GST പൈസ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അതുവരെയ്ക്കും നമുക്ക് പൈസ അടയ്ക്കേണ്ടി വരുന്നില്ല. അടുത്തൊരു കമന്റിൽ കൂടി എനിക്ക് കമന്റിൽ കൂടി എന്നോട് ചോദിച്ചതാണ്, എനിക്ക് ബിസിനസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ചെയ്തിട്ട് എനിക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് ബിസിനസ് തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഞാൻ പെട്ടുപോയോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ചെറിയൊരു എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നമ്മുടെ ഓഡിറ്റർ അടുത്ത് പോയി സംസാരിക്കുന്നു, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അതൊന്ന് ക്ലോസ് ചെയ്യുന്നു, ബാക്കിയുള്ളത് നമ്മുടെ ഓഡിറ്റർ ചെയ്തു തരും. ഒരു പ്രശ്നവും നമുക്ക് സംഭവിക്കില്ല. ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നാക്കം പോരാൻ പറ്റൂ എന്നുള്ള ചിന്തയുള്ളവരും ധൈര്യമായിട്ട് നമുക്ക് പിന്നോട്ട് പോകാം, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ടും പോകാം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ് വേണ്ടി വരിക. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, പേഴ്സണൽ അക്കൗണ്ടിനെ ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. എപ്പോഴും നല്ലത് കറണ്ട് അക്കൗണ്ട് നമ്മൾ കമ്പനി പേരിൽ ഒരു അക്കൗണ്ട് എടുക്കാം. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാളെ ഇന്നത്തെ സ്ഥിതി ആയിരിക്കില്ല. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും, കൂടുതൽ ഫണ്ടുകൾ നമുക്ക് ട്രാൻസാക്ഷനുകൾ നടക്കും. അപ്പോൾ ഓഡിറ്റിങ്ങില് നമുക്കതൊരു പ്രശ്നമാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഉയർന്ന് ചിന്തിച്ചാലേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ. കുറെ ഉയരങ്ങളിലല്ല, നമ്മളിപ്പോ താഴേന്നാണ് വരുന്നെങ്കിൽ പകുതിയെങ്കിലും നമ്മൾ എത്തണല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് കറണ്ട് അക്കൗണ്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, അതായത് GST സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ആമസോൺ സെല്ലർ രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മൾ പ്രാപ്തരായി. ഇനി നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, പ്രിന്റർ, ഇത്രയും സാധനങ്ങളാണ് എക്യുപ്മെന്റ്സിൽ വരണത്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം, നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് മൊബൈൽ മതി. നമ്മുടെ വീട്ടിൽ ലാപ്പ് ഉണ്ടെങ്കിൽ ലാപ്പ്, ടാബ് ഉണ്ടെങ്കിൽ ടാബ്. അപ്പൊ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ നമുക്ക് കുറച്ച് പൈസ ചെലവാക്കണം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പ്രിന്റർ വാങ്ങിക്കാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. കാരണം ഫസ്റ്റിൽ നമുക്ക് 1-2 ഓർഡറാണ് വരിക. അപ്പൊ ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് പ്രിന്റ് എടുക്കാം. അപ്പൊ പ്രിന്റ് എടുക്കുമ്പോൾ 10 രൂപയാവും എന്നുള്ള സംശയം, ചാർജ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, നമുക്ക് ഫസ്റ്റില് 1-2 ഓർഡറുകളെ വരത്തുള്ളൂ. അതൊരു ട്രാക്കിലാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമാവും, എനിക്ക് ഓർഡറുകൾ വന്നു തുടങ്ങി എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്റെ ബിസിനസ് കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമില്ല, എനിക്ക് നല്ല രീതിയിലേക്ക് പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്ററും വാങ്ങിക്കാം, കമ്പ്യൂട്ടർ വാങ്ങിക്കാം. ഇനി ഇത് ഞാൻ പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തവർക്കും താല്പര്യമില്ലാത്തവർക്കും പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണ് ഇത്. അല്ലാത്തവർക്ക് കമ്പ്യൂട്ടർ ഇത് വാങ്ങിക്കാം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ആമസോൺ സെല്ലർ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്, നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടില്ല. GST രജിസ്ട്രേഷന് നമുക്ക് ഏകദേശം ഒരു 3000 രൂപയെ വന്നിട്ടുള്ളൂ. പാൻ കാർഡ് എടുക്കാനായിട്ട് നമ്മൾ അടുത്തുള്ള അക്ഷയയിലേക്ക് പോവുകയാണെങ്കിൽ മാക്സിമം ഒരു 300 അത്രയ്ക്ക് വരത്തുള്ളൂ. പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് അത്രയ്ക്ക് നമുക്ക് പൈസ ചെലവ് വരുന്നില്ല. എല്ലാം കൂടി മാക്സിമം ഒരു 5000-4000 വരത്തുള്ളൂ. ഞാനൊരു 5000 പറയുള്ളൂ. ഇത്രയും നമ്മൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. രജിസ്ട്രേഷന് മുന്നേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ രജിസ്ട്രേഷനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ റെഡിയായി. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നില്ല. നമ്മൾ ബിസിനസ് തുടങ്ങാനായിട്ടുള്ള, അതായത് ആമസോൺ രജിസ്ട്രേഷന് മുന്നേ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആമസോൺ സെല്ലർ രജിസ്ട്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരിക. ഇനി എന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അല്ല എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി കാണാം.